കുത്തിക്കോരിയാ കൊടുക്കും. ബിരിയാണി ഞങ്ങൾ 5 കിലോയിൽ തുടങ്ങിയതാ, ഇപ്പൊ 60 കിലോ. ഉമ്മ പറഞ്ഞ പോലെ ബിരിയാണി ചെമ്പിന് മുമ്പിൽ എന്താ തിരക്ക്. ഒരു പാത്രം കല്യാണ ബിരിയാണിയാണ് ഈ ഉമ്മ ഒരാൾക്ക് കോരി വെക്കുന്നത്. ബിരിയാണി ചെമ്പുമായി ഉമ്മയും മകളും എത്തിയാൽ ചെമ്പ് പൊട്ടുമ്പോൾ തന്നെ ആളുകൾ വട്ടം കൂടും. കിറ്റ് നിറയെ പാഴ്സൽ തന്നെ പോകുന്നുണ്ട്. മീൻ ബിരിയാണിയും കോഴി ബിരിയാണിയും ബീഫ് ബിരിയാണിയും എല്ലാം ഇവിടുണ്ട്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കായംകുളം കറ്റാന റൂട്ടിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കോയിക്കൽ ചന്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പം എൻ്റെ ബാക്കിലായിട്ട് നിങ്ങളെ തിരക്കുന്നുണ്ടല്ലേ, നല്ല തിരക്കാണ്. നല്ല അസൽ കല്യാണ ബിരിയാണി നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നിലവിൽ ഓൾറെഡി ഇവരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അജ്മലിന്റെ ബിരിയാണിയാണ്. അജ്മൽ 3 സ്ഥലത്ത് ബിരിയാണി വിൽക്കുന്നുണ്ട്. അതിനകത്ത് ഉമ്മയും സഹോദരിയും വിൽക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ ചെമ്പ് തുറക്കാൻ പോവാ. ചെമ്പിനകത്ത് ബിരിയാണി പകുതിയോളം തീർന്നിട്ടുണ്ട്. കോരി കുത്തിയാ കൊടുക്കുന്നത് അല്ലേ? അതിനകത്തൊരു സംശയമില്ല, ഒരു സംശയമില്ല. നമ്മുടെ ഇപ്പൊ എത്രാമത്തെ ഷോപ്പാണിത്? 3ാമത്തെ അല്ലേ? ഞങ്ങളുടെ 3ാമത്തെയാ. നിങ്ങളും വലിയൊരു കടയൊക്കെ ആയിട്ട് മാറട്ടെ. കാരണം ബിരിയാണിക്ക് നല്ല അഭിപ്രായമാണ് കേട്ടോ. ഞാൻ ഒരുപാട് പേർക്ക് അന്വേഷിച്ചു. സന്തോഷത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യണം കേട്ടോ. ആദ്യം 1-ാം കുറ്റി, 2ാമത് ഇവിടെ കോയിക്കൽ ചന്ത, 3ാമത് ഇപ്പൊ കോളേജിന്റെ അവിടെ. എത്ര കിലോയിലാ ബിരിയാണി തുടങ്ങുന്നത് നമ്മള്? ബിരിയാണി ഞങ്ങൾ 5 കിലോയിൽ തുടങ്ങിയതാ. 5 കിലോയിൽ തുടങ്ങിയിട്ട് കായംകുളംകാര് മൊത്തത്തില് ഇപ്പൊ 60 കിലോ അരി വെക്കും. കുത്തിക്കോരി കൊടുക്കുവല്ലേ? അതെ, കുത്തിക്കോരി കൊടുക്കുക. കുത്തിക്കോരി നമ്മൾ കൊടുക്കുക. കഴിക്കുന്നവർക്ക് ഇവിടെ അൺലിമിറ്റഡ്, എത്ര വേണേലും കഴിക്കാം. ഒരു അൺലിമിറ്റഡ് അല്ലേ? അതെ അതെ, എത്ര വേണേലും കഴിക്കാം. എത്ര വേണേലും കഴിക്കാം. അപ്പൊ ഇവിടെ മാത്രമല്ല നമ്മുടെ കൗണ്ടർ, നമുക്കുള്ളത് കറ്റാനത്ത് മെയിൻ കൗണ്ടർ അല്ലേ? കറ്റാനത്ത് 1-ാം കുറ്റി, പിന്നെ ഇവിടെ ബിരിയാണി പാലസ്. പിന്നെ നമ്മളെല്ലാ സ്പെഷ്യൽ ഓർഡറുകളും ചെയ്തു കൊടുക്കും. മീൻ ബിരിയാണിയാണ് കേട്ടോ, കേര ബിരിയാണി. അതെന്തോ ചിക്കൻ ബിരിയാണിയോ? 2 കേര ബിരിയാണി. 2 കേര ബിരിയാണിയാ? 2 ബിരിയാണിയാ. കായംകുളംകാർക്ക് ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ബിരിയാണി. നമ്മുടെ കല്യാണ വീട്ടിൽ കഴിക്കുന്ന അതേ സെയിം ബിരിയാണി. കല്യാണ വീട്ടില് കഴിക്കുന്ന അതേ രീതിയിൽ കഴിക്കാം. കാരണം കല്യാണ ബിരിയാണി എന്നാണ് പേര്. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി ബിരിയാണിയാണ്. ഇഷ്ടപ്പെടുമോ കായംകുളംകാർക്ക്? ഇഷ്ടം, തീർച്ചയായിട്ടും. കല്യാണത്തിന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് ബീഫ് ബിരിയാണി? നമ്മുടെ മാമാടെ ബിരിയാണി പൊളിയല്ലേ? മാമാടെ ബിരിയാണി കഴിക്കണം കേട്ടോ. മാമാടെ ബിരിയാണി പൊളിയാണെന്ന് പറയാണ് കേട്ടോ. ഇതിലും വലിയ പ്രൊമോഷൻ ആരും കൊടുക്കും അല്ലേ? അപ്പൊ NH-ലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം കാണാം. അത്യാവശ്യം വലിയൊരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ടോപ്പിലിരുന്ന് കഴിക്കാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി. കായംകുളം MSN കോളേജിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം. ഇവിടെ വരുന്നത് എങ്ങനെ? മോളുമായിട്ട് വരുമോ? ഞങ്ങൾ മോളുമായിട്ട് ഓട്ടോയിൽ വരും. ചോറുമായിട്ട് മോളുമായിട്ട് ഓട്ടോയിൽ വരും. എത്ര മണിയാകുമ്പോൾ ഇവിടെ എത്തും? ഞങ്ങള് 11 മണിയാകുമ്പോ എത്തും. 11 മണിയാകുമ്പോൾ ഇവിടെ എത്തും. എല്ലാം കഴിഞ്ഞ് പോകുമ്പോ എത്ര മണിയാവും? പോകുമ്പോ 3 മണിയാവും. പെട്ടെന്ന് ബിരിയാണി തീർക്കുമോ നാട്ടുകാർ? ബിരിയാണി പിന്നെന്തോ വേണം. അപ്പൊ ഇത്രയും ബിരിയാണിയാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ ഈ ചെമ്പിനകത്ത് ഇരിക്കുന്ന പറയുമ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഓൾമോസ്റ്റ് ഇപ്പൊ തീരാറായിട്ടുണ്ട്. ബീഫ് ബിരിയാണി തീരാറായി അല്ലേ? അപ്പൊ ഇവിടെ മാത്രമല്ല ബിരിയാണി MSN കോളേജിന്റെ അവിടെ ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് മാറി അജ്മലും ഉണ്ട്. അപ്പൊ 3 കച്ചവടം. അജ്മലിന്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഉഷാർ ബിരിയാണിയാണ് കേട്ടാ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ബിരിയാണി കൂടിയാണ്. അപ്പം ഒരു ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് കായംകുളം MSN കോളേജിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഒരെണ്ണം ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുവന്നത് ഉമ്മയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും. നല്ലൊരു സ്ഥാപനമാണ്.